ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ നിന്നിരുന്ന ഒരുപാട് സംശയങ്ങൾ ഉണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്ന തലത്തിലായിരുന്നു ISLലെ 8ഓളം ക്ലബ്ബുകൾ AFFന് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മറുപടിയായിട്ട് AFF നടത്തിയ ഒരു ക്ലബ് ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു ക്ലബ് മീറ്റിംഗ് ഇന്ന് അവസാനിച്ചു, അല്ലെങ്കിൽ ഇന്ന് നടത്തപ്പെട്ടു. അതിനുശേഷം ഒരുപാട് അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് സൂപ്പർ കപ്പ് നടക്കും, അതായത് സൂപ്പർ കപ്പും ISLും നടക്കും എന്നൊരു കാര്യം കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ കപ്പ് എന്തായാലും നടക്കും, സ്ഥിരം നടക്കുന്ന പോലെ ISLന് ശേഷമല്ല ഇക്കുറി സൂപ്പർ കപ്പ് നടക്കുക, ISLന് മുമ്പായിരിക്കും സൂപ്പർ കപ്പ് നടത്തുക എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. അതായത് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ നടത്താനാണ് കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്നും, ഏതായാലും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്തായാലും സൂപ്പർ കപ്പ് നടത്തുമെന്നൊരു കാര്യം ആരാധകരെ നിലവിൽ കല്യാൺ ചൗബെ അറിയിച്ചിട്ടുണ്ട്. ഇക്കുറി സൂപ്പർ കപ്പ് നടത്തുക ISLന് മുമ്പായിട്ടായിരിക്കുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആരാധകരെ അറിയിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഒന്നെങ്കിൽ ISLോ അല്ലെങ്കിൽ അതേ ആ ഒരു ലെവലിലുള്ള ഇക്വാലൻ ലെവലിലുള്ള ഒരു മറ്റൊരു ലീഗോ ഒരു ടോപ്പ് ടയർ ലീഗോ നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ISL നടന്നില്ലെങ്കിലും ആ ഒരു തരത്തിലുള്ള ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗ് നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സോ ഇതൊരു എന്താ പറയുക, ഈ ഒരു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ ഭാവിയിൽ നിലവിൽ ഇപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ISLോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ടോപ്പ് ടയർ ലീഗോ നടത്തുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാധകരെ അറിയിച്ചിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ISLൻ്റെ മുകളിലുള്ള അൺസർട്ടനിറ്റി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ ISL അല്ലെങ്കിൽ ഒരു ടോപ്പ് ടയർ ലീഗും സൂപ്പർ കപ്പും നടത്തുമെന്നൊരു കാര്യം ആരാധകരെ നിലവിൽ കല്യാൺ ചൗബെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സൂപ്പർ കപ്പ് നടത്തുന്നതിന് മുമ്പുള്ള, അതായത് സൂപ്പർ കപ്പ് നടത്താൻ വേണ്ടിയുള്ള ഫിക്ചേഴ്സൊക്കെ തീരുമാനിക്കുന്ന ഒരു മറ്റൊരു കോൺഫറൻസ് കൂടി വിത്തിൻ ഒരു 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തുമെന്നൊരു കാര്യം അദ്ദേഹം വീണ്ടും ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഇനി സൂപ്പർ കപ്പിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സൂപ്പർ കപ്പിൽ ക്ലബ്ബുകൾ പങ്കെടുക്കുമെന്നൊരു ഉറപ്പ് നിലവിൽ AFFന്, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നൽകിയിട്ടില്ല. സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമെന്നുള്ളത്, ISL ക്ലബ്ബുകൾ പങ്കെടുക്കുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടില്ല അവർക്ക്. അതായത് ISL ക്ലബ്ബുകൾക്ക് അതായത് സൂപ്പർ കപ്പിന് ശേഷം ISL നടക്കുമെന്നൊരു കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമേ ഈ ഒരു എന്താ പറയുക സൂപ്പർ കപ്പിൽ പങ്കെടുക്കൂ എന്നൊരു നിലപാടിലാണ് പല ISL ക്ലബ്ബുകളും എന്നാണ് ആശിഷ് നേഗി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ISLുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽപ്പുണ്ട്. ഇതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പഴയ തരത്തിലുള്ള ഒരു ISL സീസൺ ആരാധകർക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള അഭിക് ചാറ്റർജി നിലവിൽ ആശിഷ് നേഗിയുമായിട്ടൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുവെന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു പങ്കെടുക്കലിന് ശേഷം, അതായത് ഈ ഒരു മീറ്റിങ്ങിന് ശേഷം കുറച്ചും കൂടി കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനെല്ലാം പുറമെ ISLൻ്റെ റഫറിമാരും ഈ ഒരു ISLൻ്റെ അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ AFFനെ ലെറ്റർ അല്ലെങ്കിൽ AFFുമായി കോൺടാക്റ്റ് ചെയ്തു. അതായത് തങ്ങളുടെ ജീവിത മാർഗമാണെങ്കിൽ പോലും ഒരു ലൈവ്ലിഹുഡ് ആണെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് മാറുകയും ഇന്ത്യയിലെ തന്നെ ഒരു ഗുഡ് ക്വാളിറ്റി റഫറിമാരുടെ കുറവിലേക്ക് മാറുമെന്നും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ റഫറിമാരുടെ പ്രശ്നങ്ങൾ നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ റഫറിമാരും അറിയിച്ചിട്ടുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്നാണ്, ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 400ഓളം ഇന്ത്യൻ അല്ലെങ്കിൽ വിദേശയാണെങ്കിലും താരങ്ങളാണെങ്കിലും ഒക്കെ തന്നെ 400ഓളം താരങ്ങളുടെ ഒരു ഫുട്ബോളിംഗ് റീജിയനാണ് നഷ്ടപ്പെടുക. അതിനെല്ലാം പുറമെ ഇത് പല ആളുകൾക്കും, റഫറിമാരാവട്ടെ മറ്റ് സ്റ്റാഫുകളാവട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക എന്ന് തന്നെയാണ് വേണ്ടതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ കല്യാൺ ചൗബെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLും അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പും നടക്കുമെന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്.